Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 14 ആണ് ഇന്ന്. അപ്പോൾ സീരീസ് 13 വരെ കാണാത്തവർ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഓക്കെ, ഇതെല്ലാം നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, അതേപോലെ ഇലക്ട്രീഷ്യൻ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആണ്. ഡെയിലി തരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുക. ഓക്കെ, അതുപോലെ നമ്മുടെ ഒരു പമ്പ് ഓപ്പറേറ്ററിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, EHT lines has a voltage of extra high tension lines ആണ്, has a voltage of എത്രയാണ് 735 kV and above, 1000 volt, 11 kV, 66 kV to 400 kV. എത്രയാണ് എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻസ് ആസ് എ വോൾട്ടേജ് ഓഫ് എത്രയാണ് 66 kV to 400 kV വരെയാണ് അവരുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ground clearance required for low and medium voltage lines across street as per IS. Ground clearance required for low and medium voltage lines, ground clearance എന്ന് പറയുന്നത് across ഒരു സ്ട്രീറ്റ് as per IS റൂൾ പ്രകാരം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? ഇറ്റ് ഈസ് 5.8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the vertical clearance of low tension line from the highest roof of building. Vertical clearance of low tension line from the highest roof of building നിന്ന് നമ്മുടെ ലോ ടെൻഷൻ ലൈൻ്റെ ആ വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 2.5. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് എർത്ത് ഇലക്ട്രോഡ് ഷോൾ ബി. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് എർത്ത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എത്രയാണ്? മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 8. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, which of the following is used for the purpose of equipment earthing? എക്യുപ്മെൻറ്റ് എർത്തിങ്ങിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഉപയോഗിക്കുന്നതെന്ന്? ഏതാണ്? മെയിൻലി ടു മെയിൻറ്റെയിൻ ദ ഗ്രൗണ്ട് അറ്റ് സീറോ പൊട്ടൻഷ്യൽ. ഇതാണ് നമ്മുടെ എക്യുപ്മെൻറ്റ് എർത്തിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് യൂസ് ചെയ്തതാണ് ഫോർ ദ പർപ്പസ് ഓഫ് എക്യുപ്മെൻറ്റ് എർത്ത്? അതായത് ടു മെയിൻറ്റെയിൻ ദ ഗ്രൗണ്ട് അറ്റ് സീറോ പൊട്ടൻഷ്യൽ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഇൻ ആൻ ഇൻസ്റ്റലേഷൻ ദ മെഗർ ഇൻഡിക്കേറ്റഡ് റീഡിംഗ് ഈസ്. നമ്മുടെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് സമയത്ത് മെഗറിലെ റീഡിംഗ് എന്താണെന്ന്, ഇൻസ്റ്റലേഷൻ സമയത്തുള്ള കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ മെഗർ ഇൻഡിക്കേറ്റഡ് റീഡിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇറ്റ് 0 മെഗാ ഓം ആണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ മിനിമം ക്ലിയറൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ലൈവ് കണ്ടക്ടേഴ്സ് ഇൻ ലോവർ ടെൻഷൻ ഓവർഹെഡ് ലൈൻസ്. മിനിമം ക്ലിയറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എർത്തും ലൈവ് വയറും തമ്മിലുള്ള ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബിറ്റ്വീൻ എന്ന് പറയുന്നത് 30 cm ആണ്. ഓക്കെ, സീലിംഗ് ഫാൻ ഷോൾ ബി ഹങ് അറ്റ് എ ഹൈറ്റ് നോട്ട് ലെസ് ദാൻ ഡാഷ് ഫ്രം ദി ഫ്ലോർ. നമ്മുടെ ഫ്ലോറിൽ നിന്ന് എത്ര മീറ്റർ അകലത്തിലാണ് നമ്മളൊരു സീലിംഗ് ഫാന് ഇടാനുള്ളതെന്ന്? എത്രയാണ്? ഇറ്റ് ഈസ് 2.5 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ICTP സ്വിച്ചസ്. ICTP എന്ന് വെച്ചാൽ എന്താണ്? അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ സ്വിച്ച് ആണ്. ഇത് മെയിൻലി നമ്മുടെ മെയിൻ സ്വിച്ചസ് ആണ്. മെയിൻലി ടു കൺട്രോൾ 3 phase സപ്ലൈ സർക്യൂട്ടിൽ കാണുന്നതാണ്. ഇതിലൂടെ 3 ഫ്യൂസും കാണും, ഒരു ന്യൂട്രൽ ലിങ്കും അവൈലബിൾ ആയിരിക്കും. ഈ സ്വിച്ചസ് യൂഷ്വലി റേറ്റഡ് ഫോർ, എന്തിനാണ് ഈ സ്വിച്ച് മെയിൻലി ഏതിലാണ് ഉപയോഗിക്കുന്നത്? ഫോർ കറണ്ടും വരുന്നുണ്ട്, വോൾട്ടേജിനും റേറ്റഡ് ആണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ടു ഓൾട്ടർനേറ്റേഴ്സ് റൺ ഇൻ എക്സാക്ട് സിങ്ക്രണസം ദ സിങ്ക്രണൈസിങ് പവർ വിൽ ബി. രണ്ട് ഓൾട്ടർനേറ്റും എക്സാക്ട് സിങ്ക്രണസത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ പവർ, സിങ്ക്രണൈസിങ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ എക്സൈറ്റേഷൻ ഈസ് ക്രിട്ടിക്കൽ ദ പവർ ഫാക്ടർ ഓഫ് ദി ഓൾട്ടർനേറ്റർ ഈസ്. അപ്പോൾ നമ്മുടെ ഓൾട്ടർനേറ്ററിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ എക്സൈറ്റേഷൻ ആണെങ്കിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ഓൾട്ടർനേറ്റർ? പാരലൽ ഓപ്പറേഷൻ ഓഫ് ഓൾട്ടർനേറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്? അതിൻ്റെ റിലയബിലിറ്റി കൂടുന്നുണ്ട്, ഇൻക്രീസ് എഫിഷ്യൻസിയാണ്. ലൈറ്റ് ലോഡ് കണ്ടീഷൻസിലും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം, കണ്ടിന്യൂറ്റി സപ്ലൈ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓൾ ഓഫ് ദി എബേ ആണ് ആൻസർ വരുന്നത്. അടുത്ത 13ാമത്തെ ഒരു പ്രോബ്ലം ആണ്. 2-pole ഓൾട്ടർനേറ്റർ ഈസ് റണ്ണിങ് അറ്റ് 1500 RPM. ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. 2-pole ഓൾട്ടർനേറ്റർ റണ്ണിങ് അറ്റ് 1500 R. അതായത് നമ്മുടെ പോൾ വന്നിട്ടുണ്ട് എത്രയാണ്? പോൾ എന്ന് പറഞ്ഞാൽ 2 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് വന്നിട്ടുണ്ട് എത്രയാണ്? 1500 RPM. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒമേഗ ഈക്വൾ ടു, നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഒമേഗ ഈക്വൾ ടു 2πf. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കുന്നത്. 2πf ആണ് ഇക്വേഷൻ. ഒമേഗ ഈക്വൾ ടു, ഒമേഗയാണ് ആംഗുലർ വെലോസിറ്റി. നമുക്ക് അതിൽ ആദ്യം എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 ഹിൻസ് തന്നിട്ടുണ്ട്. പോളിൻ്റെ വാല്യൂ, എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് n = 120f/p. ഒരു ബേസിക് ഇക്വേഷനാണ്, എല്ലാവർക്കും അറിയാനുള്ള ഇക്വേഷനാണ്. 120f/p വെച്ച് നമ്മുടെ എഫിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. എഫിൻ്റെ വാല്യൂ കണ്ട ഒരു 25 കിട്ടും, 25 ഹെർട്സ് കിട്ടും. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
എന്നിട്ട് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 157 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ് ഈസ് കണക്റ്റഡ് ടു ദ ഓൾട്ടർനേറ്റർ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ? ഒരു പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ് നമ്മുടെ ഓൾട്ടർനേറ്ററിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഒരു വലിയ ഡീമാഗ്നറ്റൈസേഷൻ. എന്താണ് ഡീമാഗ്നറ്റൈസേഷൻ? ആണ് ക്രോസ് മാഗ്നറ്റൈസേഷൻ ഒക്കെ അതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, റിയാക്റ്റീവ് പവർ ജനറേറ്റഡ് ഓർ ഡെലിവേർഡ് സിഗ്നിഫിക്കൻ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ. റിയാക്റ്റീവ് പവർ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെലിവർ ചെയ്ത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? റിയാക്റ്റീവ് പവർ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് എക്സൈറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സിങ്കണസ് ജനറേറ്റർ ഇഫ് മെക്കാനിക്കൽ ഇൻപുട്ട് ഈസ് ഇൻക്രീസ്ഡ് വിത്ത് കോൺസ്റ്റൻറ്റ് എക്സൈറ്റേഷൻ ദ ലോഡ് ആംഗിൾ വിൽ ബി. നമ്മുടെ സിങ്കണസ് ജനറേറ്ററിൽ മെക്കാനിക്കൽ ഇൻപുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് എക്സൈറ്റേഷൻ അനുസരിച്ച് കോൺസ്റ്റൻറ്റ് എക്സൈറ്റേഷൻ സമയത്ത് കൂടുകയാണെങ്കിൽ അത് ലോഡ് ആംഗിൾ എന്ന് പറയുന്നതും എന്ത് പറ്റും? അതും എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. സിങ്കണസ് ജനറേറ്ററിനകത്ത് വി കർവ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഇടയ്ക്കാണ്? വി കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫീൽഡ് കറണ്ട് എക്സ് ആക്സിസിലും ആർമേച്ചർ കറണ്ട് വൈ ആക്സിസിലും വരയ്ക്കുമ്പോഴാണ് നമുക്ക് വി കർവ് സിങ്കണസ് ജനറേറ്ററിൽ കിട്ടുന്നത്. അതുപോലെ ഇൻവേർട്ടഡ് വി കർവ്, അപ്പോൾ വി കർവ് ആണെങ്കിൽ ഇൻവേർട്ടഡ് വി കർവ് ഏതിൻ്റെയൊക്കെ ആയിരിക്കും? ഇറ്റ് ഈസ് എ ഫീൽഡ് കറണ്ട് ഓൺ എക്സ് ആക്സിസും പവർ ഫാക്ടർ. മറ്റേത് എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും ആയിരുന്നു. ഇതെന്താണ്? ഫീൽഡ് കറണ്ട് എക്സ് ആക്സിസും പവർ ഫാക്ടറും വൈ ആക്സിസിലും വരും. നോട്ട് ചെയ്ത് പഠിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇഫ് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ ഈസ് ഹൈ? താഴെ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ ഹൈ വരാണെങ്കിൽ ഏതാണ് കറക്റ്റായി വരുന്നത്? നല്ല വോൾട്ടേജ് റെഗുലേഷൻ ആയിരിക്കും. ഓക്കെ, അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ സിങ്കണസ് റിയാക്റ്റൻസ് ഈസ് എക്സ്. യെസ്, സിങ്കണസ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ കമ്പൈൻഡ് റിയാക്റ്റൻസ് ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ കാരണവും ലീക്കേജ് ഫ്ലക്സും കാരണം ഉണ്ടാകുന്ന ഒരു കമ്പൈൻഡ് റിയാക്റ്റൻസിനെയാണ് നമ്മൾ സിങ്കണസ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, നോർമലി ദ എഫിഷ്യൻസി ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആർ ഡിസൈൻ ടു ഹാവ് എ മാക്സിമം എഫിഷ്യൻസി ഓഫ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? ടു ഹാവ് എ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു 50% ഓഫ് ഫുൾ ലോഡാണ്. 50% ഓഫ് ഫുൾ ലോഡായിരിക്കും. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, നമ്മുടെ ഫുൾ ലോഡ് കോപ്പർ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ തന്നിട്ടാണ് ഈസ് 100 വാട്ട്, ദെൻ കോപ്പർ ലോസ് അറ്റ് 1/4 ഫുൾ ലോഡ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ I²R തന്നിട്ടുണ്ട് അല്ലേ? ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ I²R, കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ I²R അല്ലേ? അത് 100 വാട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോപ്പർ ലോസ് അറ്റ് 1/4 ഓഫ് ലോഡ്. അപ്പോൾ ഒരു ഹാഫ് ലോഡ് ആകുമ്പോൾ നമ്മുടെ കറണ്ട് എന്ന് പറയുമ്പോൾ I/2 ഹാഫ് ആവും. കോപ്പർ ലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം I²R ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മുടെ എത്രയാണ് 1/4 ഓഫ് ഫുൾ ലോഡ് ആകുമ്പം എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു ചെയ്ത് നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഒരു 6.25 വാട്ടാണ് വരുന്നത്. ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ ഇല്ലേന്ന്. ഓക്കെ, അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് ഡ്രൈ സിലിക്ക ജെൽ. ഡ്രൈ സിലിക്ക ജെല്ലിൻ്റെ കളർ എന്താണ്? കളർ ഓഫ് ഡ്രൈ സിലിക്ക ജെൽ? ഇറ്റ് ഈസ് ബ്ലൂ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസ്ഫോമർ ദ വോൾട്ടേജ് ഇൻഡ്യൂസ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ് ഈസ്. ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് വോൾട്ടേജ് ഇൻഡ്യൂസ് ഇൻ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലാഗ് ദ ഫ്ലക്സ് ബൈ 90 ഡിഗ്രി ആണ്. ലാഗ് ദ ഫ്ലക്സ് ബൈ 90 ഡിഗ്രി. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ കോർ? ട്രാൻസ്ഫോമർ കോർ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? CRGO സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നോക്കുക, നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും PWDയിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ച് വരുന്നത്. കുറച്ച് ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ്. സോ കുറച്ച് നമ്മൾ ആലോചിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സോ ഓക്കെ, താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.